ഹലോ, ഇത് പഴയ കണിമംഗലത്തെ രാജകുമാരൻ തന്നെ അല്ലേ? തമ്പുരാൻ എന്താണാവോ ഈ വീടിനകത്ത്? ഭാര്യ വീട്ടിൽ പരമസുഖം അല്ലേ? അല്ല, ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം പ്രിയങ്കയാണ്. പ്രിയങ്ക ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാ പിന്നെ സ്വർഗ ജീവിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. ആ സ്വർഗാണോ ഇത്? താനും തന്റെ മുത്തശ്ശിയും കൂടി കണിമംഗലത്തിട്ട് എന്നെ ഒരുപാട് ദ്രോഹിച്ചു. അന്ന് പ്രിയങ്ക മനസ്സിൽ കുറിച്ച് വെച്ചതാ ഇങ്ങനെ ഒരു രംഗം. നാണമില്ലേ തനിക്ക്? ഭാര്യ വീട്ടുകാരുടെ ചെലവിൽ ഇങ്ങനെ കഴിയാതെ ഇറങ്ങിപ്പൊക്കൂടെ? ഇതിനേക്കാൾ ഭേദം ഏതെങ്കിലും തെരുവിലിരുന്ന് തെണ്ടുന്നത്. എന്താണ് നീ പറഞ്ഞത്? ആരെ കുറിച്ചാ നീ പറഞ്ഞേ? നീയും നിന്റെ മുത്തശ്ശിയും പറയുന്നുണ്ടല്ലോ കൈ നിറയെ പണമുണ്ട്, നിങ്ങൾ കോടീശ്വരികളാണെന്ന്. ആരുടെ കോടികളാടി? ഈ മനുഷ്യൻ നിനക്ക് ഭിക്ഷയായിട്ട് തന്ന കോടികളാ നിന്റെ കയ്യിലുള്ളത്. എന്റെ ഭർത്താവ് എനിക്ക് വലിയവനാ, എന്റെ ദൈവമാ. ആ മനുഷ്യനെ ഇനി എന്തെങ്കിലും പറഞ്ഞ തൊല്ലുമല്ല, കൊന്നുകളയും ഞാൻ നിന്നെ. മാറിക്കും മുത്തശ്ശി, അല്ലെങ്കിലേ പ്രായം ഞാൻ നോക്കില്ല. ഇന്നേ വരെ നീ പലതും ചെയ്തു കൂട്ടിയിട്ടും ഞാൻ മനസ്സുകൊണ്ട് നിന്നെ ശപിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സ് നൊന്തു പറയാ. ഞാൻ ആരാധിക്കുകയും നീയൊക്കെ അവഗണിക്കുകയും ചെയ്യുന്ന ഭഗവാനുണ്ടല്ലോ, ആ ശക്തി എന്താണെന്ന് നിനക്കോ നിന്റെ ഈ മുത്തശ്ശിക്കോ അറിയില്ല. അധികം വൈകാതെ നിനക്കും നിന്റെ മുത്തശ്ശിക്കും അത് ബോധ്യപ്പെടും. ഈ കാണിച്ചു കൂട്ടുന്നതിനുള്ള ശിക്ഷ നിനക്ക് നിന്റെ മുത്തശ്ശിക്കും കിട്ടിയിരിക്കും. തെരുവിലിരുന്ന് വരുൺ ഭിക്ഷ എടുക്കുന്ന കാണാന്നല്ലേ നീ പറഞ്ഞേ? നിന്നെയും ഈ അഹങ്കാരിയായ തള്ളയും ഞാൻ ആ അവസ്ഥയിൽ കാണും. അതാ നടക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് ഓടി, പുറത്തിറങ്ങാനല്ലേ പറഞ്ഞത്?